ഇന്ന് എന്റെ ഉപ്പാന്റെ കസിന്റെ വീട്ടിൽ കൂടലാണ്. സോ നമുക്ക് അതിന്റെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ. ഈ രണ്ട് മണ്ടന്മാരും കൂട്ടിയിട്ടാണ് വീട് കാണാൻ പോയത്. ഇവരാണെങ്കിൽ ഒന്ന് പറയട്ടെ, എങ്ങോട്ടാ പോകണ്ടേ എങ്ങോട്ടാ തിരിയേണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ കയറി നമ്മൾ മേലേക്ക് എത്തിയിട്ട് നമ്മളെ മൊത്തം ഫാമിലിന്റെ ഇവിടെ ഇരുന്ന് കഥ പറയും. ഇവരാദ്യം കയറി വീടെല്ലാം കണ്ട് ഫുൾ എക്സ്പ്ലോർ ചെയ്ത് ഫുൾ റെസ്റ്റ് എടുക്കാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ കയറുമ്പോൾ തന്നെ കാണുന്ന മുമ്പിൽ ഷബിനാണ്. ഷബി വരച്ചിട്ട് പടച്ചോരുമ്പോൾ വീണ്ടും വന്നത്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഷബി ഫുള്ള് ഫേമസ് ആയിരുന്നു. ഈ കുട്ടിയെ പറ്റി പ്രത്യേകിച്ച് പറയാണ്ട്, കാരണം ഇത് എന്റെ ഫാമിലി ഏറ്റവും ക്യൂട്ടായിട്ടുള്ള കുട്ടിയാണ് ചെച്ചു. കാരണം ഇങ്ങനെ പറയാൻ വേണ്ടി എന്നോട് നേരത്തെ ഇവള് പറഞ്ഞു. കോമഡി അതൊന്നല്ല, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടിട്ട് എല്ലാവരുമായിട്ട് മിററുടെ മുമ്പിൽ എന്നിട്ട് ഞാൻ എന്റെ ഫേസ് ശരിയാണോ, ഞാൻ ഓക്കെയാണോ, വൃത്തിയുണ്ടോ ഒന്നും പറയാനോ വല്ല വിറ്റാണ്. അങ്ങനെ നമ്മളെല്ലാവരും ഇരുന്നൊരു ഫാമിലി ഫോട്ടോ എല്ലാം എടുത്ത്, കാരണം ഫാമിലി പിടിക്കുന്ന ഒരു ഫാമിലി ഫോട്ടോ മസ്റ്റ് ആണ് അല്ലേ. അങ്ങനെ ഇവിടുത്തെ കലാപരിപാടികൾക്ക് കഴിഞ്ഞ് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കുന്നിടത്ത് പോയപ്പോൾ അവിടെ വീണ്ടും ഷവി എന്നെ കണ്ടിട്ടാണോ നല്ല കിടിലൻ ചിരിയൊക്കെ ചിരി ഷവി. അപ്പണ്ട് ഇപ്പുറത്തും സെമീറാമ ലോക ചിരി. സംഭവം എന്റെ ചോര പിടിച്ചിട്ട് ചിരിക്കുന്നതാണ് രണ്ടുപേരും. അങ്ങനെ ഫുഡ് ഓരോന്നോരോന്നായിട്ട് വരാൻ തുടങ്ങി. ഹൽസ വന്നു, പൊറോട്ട വന്നു, നെയ്പത്തൽ വന്നു, കുർമ വന്നു, ബിരിയാണി വന്നു, ചിക്കൻ ഫ്രൈ വന്നു. നമ്മളിപ്പുറത്ത് നയിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് ഇവർ രണ്ടുപേരും നല്ല അടിയാവും. ഇവിടുത്തെ പരിപാടി ആയിട്ട് നേരെ മറ്റേ കൗണ്ടറിലേക്ക് പോയി. അവിടെ പോയപ്പോൾ ഐസ്ക്രീം എല്ലാം ഇട്ടിട്ട് എന്തോ ഒരു പരിപാടി. പിന്നെ അവിടെ ഉണ്ട് ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചായ. അതിലൊരു പൈനാപ്പിൾ ടീ എല്ലാം എടുത്ത് കുടിച്ച് ആ ഒരു ഐസ്ക്രീമിന്റെ ആയിട്ട് അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എന്നിട്ട് നേരെ നമ്മൾ അപ്പുറത്തേക്ക് പോയി. അപ്പുറത്ത് പോയപ്പോൾ എന്റെ ഒരു സബ്സ്ക്രൈബർ കുട്ടി, ഇതെന്റെ ഫാമിലിയും കൂടിയാണ്, എന്റെ ഒരു സബ്സ്ക്രൈബർ കൂടിയാണ്. പറഞ്ഞു പറയിപ്പിച്ചൊരു ടാറ്റയിലും പറയിപ്പിച്ചൊന്നും പറയണ്ട, പാവം ടെൻഷനായി പോയി. അങ്ങനെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരും കാര്യമായിട്ടിരുന്ന് വീട്ടിലെല്ലാം നോക്കിയിട്ട് എന്തോ കാര്യമായിട്ട് സംസാരിക്കുന്നു. കാര്യമായിട്ട് എന്തോ പഠിപ്പിച്ചു കൊടുക്കുന്നു. കാരണം ഇത് ഇങ്ങനെ ചെയ്യണം, അത് അങ്ങനെ ചെയ്യണം, അവിടെ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. ഇതൊക്കെ കേൾക്കുന്ന സത്താറപ്പന മുഖം കണ്ടാൽ തന്നെ മനസ്സിലായി ഇവരെന്തേ പറയുന്നത്, ഇവർക്ക് ഇതൊക്കെ ഉള്ളത് തന്നെയാണെന്ന്. അങ്ങനെ അവന്റെ കുറെ മണ്ണ കഥയും കുറെ ക്ലാസ് ഒക്കെ കേട്ട് നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ട്. എന്നോട് ഇപ്പുറത്തുനിന്ന് അടുത്ത് ചോദിക്കുന്നത് ഇതെന്താണ്. ഇവനെ തെറ്റു പറയാനും പറ്റൂല. 6 മാസം പ്രഗ്നന്റ് ആയ ഗേൾസിന് പോലും ഇത്രയും വലിയ വയറല്ല. അങ്ങനെ ഇരിക്കും വേണ്ടിട്ട് കേക്ക് ആയിട്ട് വരുന്നത്. പിന്നെ ഇങ്ങനെ വയറെല്ലാം പോവാ. അവരുടെ ഇത്രയും കാലത്തെ വീടെന്ന സ്വപ്നം കംപ്ലീറ്റ് ആയതിന്റെ സന്തോഷം ഒരു ചെറിയ കേക്കെല്ലാം കട്ട് ചെയ്ത് ആ ഒരു സന്തോഷം നമ്മളെല്ലാവരും ചേർന്ന് അതിമനോഹരമാക്കി മാറ്റി. അങ്ങനെ ഇരിക്കുമ്പോൾ ആമിനെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ നോക്കില്ല, കലമ്പി പേടിപ്പിച്ച് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു. ഇതൊക്കെയാണ് എന്റെ കൊച്ചു കൊച്ചു ദുഷ്ടത്രങ്ങൾ. ഈ ഒരു ബഹളം കണ്ട് നിങ്ങൾ ഒരിക്കലും പഠിക്കരുത്. കാരണം ഇത് ഫോട്ടോസിന് വേണ്ടിയുള്ള ഒരു യുദ്ധമാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഗൈസ്, നല്ലൊരു ഫാമിലി വിശേഷമായിട്ട് നാളെ വീണ്ടും വരുന്നത്. ഈ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഓക്കെ, ബൈ.